വാൽപ്പാറ വാഹന ദുരന്തത്തിൽ മരിച്ചവർക്ക് സഹായധനം നൽകാൻ മന്ത്രിസഭാ തീരുമാനം. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക് പണം ചെലവായിട്ടുണ്ടെങ്കിൽ സർക്കാർ നൽകും. മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് വിജയാശംസകൾ നേർന്നു. വാഹനാപകടത്തിൽ മരിച്ച സ്കൂൾ ബസിന്റെ ഡ്രൈവർ നൌഷാദ് അലി, പാചകത്തൊഴിലാളി സാജിദ, റുക്കിയ, ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിഷാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിക്കുക. അപകടത്തിൽ മരിച്ച അധ്യാപികയുടെ മകൻ മുഹമ്മദ് ഷഹാദിൻ, മറ്റൊരു അധ്യാപികയുടെ മകൾ മസ്തീൻ, വാഹനത്തിന്റെ ഡ്രൈവർ മുഹമ്മദ് ഹാഫിസ് എന്നിവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവർക്ക് ഇതിനു പുറമെ ചികിത്സാ തുക ചെലവായെങ്കിൽ ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. 12ാം ശമ്പള കമ്മീഷന്റെ നിയമനത്തിന് അംഗീകാരം നൽകി. കമ്മീഷന്റെ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. മന്ത്രിമാർക്കെല്ലാവർക്കും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വിജയാശംസകൾ നേർന്നു. ഭരണത്തിന്റെ തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയും മുഖ്യമന്ത്രി പങ്കുവച്ചു. ഭരണ തുടർച്ച ഉണ്ടായാലും ഇല്ലെങ്കിലും 5-ാം തീയതി വീണ്ടും മന്ത്രിസഭാ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.